ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എൻ്റെ രീതിയിലുള്ള ചെറിയ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തുന്ന പലപ്പോഴും പല രീതിയിലായിരിക്കും ഞാൻ ചിക്കൻ കറിയിൽ വെക്കാറുള്ളത്. അപ്പൊ ഇന്നത്തെ രീതി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ എനിക്കറിയാം ഞാൻ ഒരു ബിഗിനറാണ് പാചകത്തിൽ. വലിയ കാര്യമായിട്ട് എനിക്ക് പാചകങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം സക്സസ് ആയിട്ടുമുണ്ട്. എല്ലാം വളരെ ടേസ്റ്റോടെ ആൾക്കാർ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ നേരെ ഒരു വലിയൊരു ചീനച്ചട്ടി എടുത്തു. ഈ ചീനച്ചട്ടി വളരെ സൂപ്പറാണ്. ഇത് കോസ്റ്റ്ലിയാണ്. ഒരു 2800 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റീലിലെ ചീനച്ചട്ടിയാണ് കേട്ടോ. കൂട്ടത്തിൽ ഒരു വയലറ്റ് ക്യാബേജ് ഉപ്പേരിയും കൂടെ വെക്കുന്നുണ്ട് ഞങ്ങൾ. അതാണ് ഞാൻ ഇടയിൽ കൂടെ ഒന്ന് കാണിച്ചത്. എന്നിട്ട് നല്ലോണം എണ്ണ ഒഴിച്ചു. കാരണം ഇത്രയും ഉള്ളി നമുക്ക് വഴട്ടാനുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതായത് ചെറിയുള്ളിയും സവാളയും, ഞാൻ എപ്പോഴും ചെറിയുള്ളി കൂടുതലും സവാള വളരെ കുറച്ചുമാണ് എടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ ചെറിയുള്ളിക്ക് എനിക്ക് ഒരുപാട് പണികൾ ഞാൻ അതിനു വേണ്ടി ചെയ്യാറുണ്ട്. നമ്മൾ ഇരുന്ന് തൊലിച്ചുണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇത്തിരി കൂടുതൽ സവാളയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഒരുപാട് നോൺ വെജ് വെച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി ടൈം ഈ ചിക്കൻ കറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സത്യമായിട്ടും വയ്യായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ച് ഈക്വൽ ചെറിയുള്ളിയും വലിയ ഉള്ളിയും എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതിട്ടു. ഈ ചെറിയുള്ളി നമ്മൾ നന്നായി വഴണ്ട് വരണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടണം എന്ന് പറയും. അതുകൊണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് മറ്റോ തുറന്നു വെച്ചിട്ട് തന്നെ ഇളക്കി. അതിനുശേഷം വളരെ ലോയിലിട്ടിട്ട്, എന്ന് വെച്ചാൽ ഞാൻ ഇൻഡക്ഷനിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് ഇൻഡക്ഷനിലാണ് നമ്മൾ മാക്സിമം കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 300 അല്ലെങ്കിൽ 500 മാക്സിമം കേട്ടോ. 500 ഇടാറില്ല, വാട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 300 ബോട്ടിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് വാടി എന്നൊരു കളർ ചേഞ്ച് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടി ഇട്ട് തുടങ്ങാം. അതായത് ഒരു സ്പൂൺ, ഞങ്ങൾ അത്യാവശ്യം ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന പൊടികൾ എന്ന് പറയുന്നത്. വേറെ ഒരു പൊടിയും ചിക്കൻ മസാല ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് സാധാരണ ഞാൻ ഉണ്ടാക്കാറാണ് പതിവ്. എനിക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു നമ്മുടെ വിനീഗറിന്റെ ടേസ്റ്റ് ഒരുപാടുള്ളതുകൊണ്ട് പുളിപ്പ് വരും. മാക്സിമം കറികൾക്ക് നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നല്ല ഫൈനായിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ ആയി വരുന്നത് വരെ നിങ്ങൾ മീൻസ് വഴട്ടാൻ പറ്റിയാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഈ ചീനച്ചട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അടിപിടിക്കില്ല. ഞാൻ വെള്ളമേ ചേർത്തിട്ടില്ല കേട്ടോ. സോറി, എനിക്ക് ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ എന്നിട്ട് ചിക്കൻ ആഡ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറിവേപ്പില ഇടും. അതെനിക്കൊരു ഹോബിയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെറുതെ കറിവേപ്പില ഇട്ടുകൊണ്ടേയിരിക്കും. ഓരോ ടേം കഴിയുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില കൂടിയാണ്. അപ്പം നമ്മൾ ചിക്കൻ ഇട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത്തിരി, അതായത് ഒരു 800 വാട്ട് അങ്ങനെ അല്ലെങ്കിൽ 1000 വാട്ടിലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പൊ അതിന് വെള്ളമൊക്കെ വന്നു തുടങ്ങും. എന്നിട്ട് ഇളക്കിയ ശേഷം പിന്നെ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ വളരെ ലോയില്, കുറച്ചൊന്ന് ഹാഫ് വേവ് ആയി നമുക്ക് തോന്നുമ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അതായത് 300 വാട്ടിലൊക്കെ ഇട്ടിട്ട് ഇത് വീണ്ടും കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇത് നല്ലോണം വെള്ളം ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇത്രയും വെള്ളം ഇതിലുണ്ടാവും. ഇനി ഈ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യാനുസരണം ഗ്രേവി നമുക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ വെള്ളം കൂട്ടാം, അതല്ലെങ്കിൽ വെള്ളം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഞാൻ ഈ സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സിനിമയ്ക്ക് പോകണം. അങ്ങനെ സിനിമയ്ക്ക് പോയി ചിക്കൻ കറി റെഡിയായി, സിനിമ കണ്ടു, എല്ലാം ശുഭം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ. പുതിയ ആളാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.